സന്ദർശനം എന്നുള്ള വാക്കിനെ ചെന്ന് കാണുക എന്നാണ് അർത്ഥം. സുവിശേഷത്തിൽ ഇങ്ങനെ ചെന്ന് കാണുന്ന ഒരു ഇടം മറിയ എലിസബത്തിനെ കാണുന്ന സ്ഥലമാണ്. രണ്ടുപേരും ഗർഭിണികളാണ് കേട്ടോ. ഈശോയെ വഹിച്ച് മറിയം എലിസബത്തിനെ ചെന്ന് കാണുന്നു. എന്നിട്ട് എലിസബത്തിൻ്റെ വയറ്റിനകത്തിരിക്കുന്ന നമ്മുടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കുതിച്ചു ചാടുന്നു. എന്നിട്ട് മറിയത്തെ നോക്കിയിട്ട് എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. പ്രിയപ്പെട്ടവരെ, മറിയം ഈശോയെ എടുത്തിട്ടാണ് എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയത്. എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന മറിയത്തിൻ്റെ അകത്തുള്ള ഈശോയെയും എലിസബത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ? നമ്മളൊക്കെ ഇതുപോലെ കുറേ പേരെ കാണാനൊക്കെ പോകാറുണ്ടല്ലോ, വിസിറ്റ്. നമ്മൾ സന്ദർശിക്കാൻ പോകും. നമ്മളൊക്കെ ആ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോഴത്തേനും അവർക്കൊക്കെ ഈശോയെ അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മളിൽ ഈശോയെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മുടെ വാക്കുകളിൽ അവർക്ക് ഈശോയെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. പോകുന്നിടത്തെല്ലാം ഈശോയെ കൊണ്ട് നടക്കുന്നവരാകാൻ ഉള്ള ഒരു വിളി. പോകുന്നിടത്തെല്ലാം ഈശോയെ കൊടുക്കാനും, ഈശോയെ പോലെ പറയാനും, ഈശോയെ പോലെ പ്രവർത്തിക്കാനുമുള്ള ഒരു വിളി. ആ ഒരു വിളിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ സന്ദർശനവും. സന്ദർശകരാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു വലിയ ബോധ്യം അർത്ഥം ഉണ്ടാവണം. നമ്മളൊക്കെ മറിയത്തെ പോലെ ഈശോയെ കൊണ്ട് നടക്കുന്നവരാകണം, ഈശോയെ കൊണ്ട് കൊടുക്കുന്നവരാകണം.